പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനലിലൂടെ ലോകത്തിൻ്റെ വ്യത്യസ്തയിടങ്ങളായിരുന്നു കൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വല്യവനായ ദൈവം നാം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായി ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്തുതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും മനഃപ്പാഠമായ ഒരു വാക്യമാണ്. വിശ്വാസത്തിൽ മുന്നോട്ട് കടന്നു പോകുന്ന ദൈവമക്കളെ പ്രതിസന്ധികളിൽ താങ്ങുന്ന പിടിച്ചു നിർത്തുന്ന ഒരു വചനമാണ് ഇയ്യോബിൻ്റെ ചരിത്ര പുസ്തകം. കഷ്ടതകളിലൂടെ കടന്നുപോയ ഇയ്യോബ് എന്നാൽ താൻ ഒരു പ്രാർത്ഥന മനുഷ്യനാണെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഇയ്യോബിന് ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടു. വലിയൊരു നിന്ദയുടെ പരിഹാസത്തിൻ്റെ വേദനയുടെ നടുവിലൂടെ താൻ കടന്നു പോകുമ്പോൾ ആ പ്രതിസന്ധിയുടെ നടുവിലും ഇയ്യോബ് തൻ്റെ വിഷയം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ വെളിപ്പെട്ട് വരാനിടയായി. അതാണ് നമ്മളിവിടെ കുറുവാക്യമായി വായിച്ചത്. ഇയ്യോബിന്റെ പുസ്തകം 42:10 ഇങ്ങനെയാണെന്ന് വായിച്ചത്. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. വിശ്വാസത്തോടെ ആത്മാവിലെ ആഴ്ചയിൽ ദൂത് കൈമാറാം. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ സ്വന്തം വിഷയം ഏറ്റെടുത്തില്ലേലും നിങ്ങൾ മറ്റുള്ളവരുടെ വിഷയത്തിനാണ് കൂടുതലായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് കൈമാറട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ശുശ്രൂഷയുടെ ഭൂരിഭാഗവും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം കാര്യം പോലും നോക്കാൻ നേരമില്ല. രാവും പകലും റെസ്റ്റില്ലാതെ കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് ഓടി നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ശുശ്രൂഷ നിൽക്കുന്ന ഒരു അഭിഷക്തനാണ്. ആ ഒരു അനുഭവത്തിൽ നിന്ന് കൊണ്ട് ഞാൻ കൈമാറാം. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ സ്ഥിതിക്ക് ഒത്തിരി മാറ്റങ്ങൾ ദൈവം വരുത്തി. ഇന്ന് ഞാൻ ചിന്തിക്കുന്നതിനും വിചാരിക്കുന്നതിലും ഉപരിയാണ് ദൈവം ഓരോ ദിനവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയുവാനാണ് ഞാൻ അനുഭവം പറഞ്ഞേ. പ്രിയമുള്ളവരെ, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൈമാറാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണോ? നിന്ദകളും പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും കണ്ണുനീരുകളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ കടന്നു വരാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, പ്രാർത്ഥിക്കുന്നവനെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം, ഒരു ദൈവം ഉയരത്തിലുണ്ട്. പ്രാർത്ഥിക്കുന്നവനെ മറന്നു കളയുന്ന ഒരു ദൈവമല്ല. വിശുദ്ധ തിരുവെഴുത്ത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച അനേക ഭക്തന്മാരെ കാണാൻ കഴിയും. എന്നാൽ അവർക്കൊക്കെ വേണ്ടി ദൈവം എന്ത് ചെയ്തു? പ്രവർത്തിച്ചിട്ടുണ്ട്. എന്താണ് പ്രവർത്തിച്ചത്? അവർ എന്താഗ്രഹിച്ചോ, എന്തവർ പ്രാർത്ഥിച്ചോ, ആ പ്രാർത്ഥിച്ച വിഷയം അവരുടെ കരങ്ങളിൽ വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ മെസ്സേജ് അല്പനേരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഷോർട്ടായി ചുരുക്കമായി എനിക്ക് കൈമാറണം. പ്രാർത്ഥിച്ച ഭക്തന്മാർക്കെല്ലാം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവനെ മറക്കുന്നൊരു ദൈവമല്ല, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ഇയ്യോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചു. തൻ്റെ സ്വന്തം വിഷയങ്ങൾ നോക്കാതെ സങ്കടങ്ങളിൽ, വേദനയിൽ, ദുഃഖത്തിലിരുന്നു കൊണ്ട് മറ്റുള്ളവരുടെ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അങ്ങനെയെങ്കിൽ ഈ മെസ്സേജ് ഈ ഞായറാഴ്ചയിൽ ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. വർഷങ്ങൾ, ആണ്ടുകൾ ഏറെയായി ഒരു സ്ഥിതിക്കൊരു മാറ്റം കാണാൻ കഴിയാതെ വല്ലാത്തൊരു ഞെരുങ്ങിയ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിലെ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ കൈമാറാം. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്ന എബ്രാബാലന്മാരെ തീക്കകത്ത് വലിച്ചിട്ടു, എന്നാൽ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങി. നമുക്കറിയാം, ഒത്തിരി ഭക്തന്മാർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഒരു ദൈവിക വെളിച്ചത്തിൽ നിന്നുകൊണ്ട് കൈമാറാം. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ ദൂതേറ്റെടുക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രാർത്ഥനയ്ക്ക് കുറവ് വരരുത്, ആരാധനയ്ക്ക് കുറവ് വരരുത്, ദൈവമായുള്ള ബന്ധത്തിൽ നിന്നും അകന്നു പോകരുത്. ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, ഉറപ്പോടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ ആഴ്ചയിൽ വചനത്തിൽ നിന്ന് ഞാൻ ദൂത് കൈമാറുകയാണ്. ദാനിയേൽ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയേലിനെ കാണാൻ കഴിയും. വളരെ വിശ്വസ്തനാണ്.
ഗൃഹവിചാരങ്ങളിലെല്ലാം വളരെ നീറ്റായി കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ കൊണ്ടുപോകുന്ന ഒരു വിശ്വസ്തനായ ഒരു മനുഷ്യൻ. ഒരു കുറ്റവും കണ്ടാൽ പറയാനില്ല. എന്നാൽ തൻ്റെ വിശ്വസ്തതയിൽ നിന്ന്, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കണക്ക് കാര്യങ്ങളിൽ നിന്ന്, ജോലിയിൽ നിന്ന് തന്നെ ഒരു കള്ളനാക്കി, ഒരു കുറ്റക്കാരനാക്കി തന്നെ തകർത്ത് തരിപ്പണമാക്കേണ്ടതിന് അവൻ്റെ കൂടെയുള്ള ഒരു കൂട്ടം വ്യക്തികൾ, പ്രധാനപ്പെട്ട ദേശത്തിൽ ആധിപത്യമുള്ളവർ, അധിപതിമാർ, രാജാക്കന്മാർ, ഉന്നതർ അവന് വിരോധമായിട്ട് എന്ത് ചെയ്തു? അവനെ തകർത്തു കളയാൻ ഗൂഢാലോചന ഒരുക്കി. എന്നാൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഓടിച്ചെന്ന് യെരൂശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് മുഴങ്കൽ മടക്കി പ്രാർത്ഥിച്ചു. അവനെ തകർത്തു കളയേണ്ടതിന് ഒരു പറ്റം ജനം അവൻ വിരോധിയായി മാറി. അവൻ പ്രാർത്ഥിക്കുന്നു എന്ന കാരണത്താൽ അവൻ പ്രാർത്ഥിക്കാതിരിക്കേണ്ടതിന് അവന് വിരോധമായി എന്ത് ചെയ്തു? രേഖ എഴുതി. എന്നാൽ ആ രേഖ എഴുതിയെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ താൻ ഭയപ്പെട്ട് പേടിച്ച് നാട് വിട്ടു പോയില്ല. പിന്നെയോ താൻ ഓടിച്ചെന്ന് എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. ഞാനൊരു ദൈവിക വെളിപ്പാട് ഞാൻ പറയാം, വചന വെളിപ്പാടിലൂടെ ഞാൻ കൈമാറാം. ദൈവമക്കളെ, പ്രതിസന്ധി കടന്നു വരുമ്പോൾ നാട് വിട്ടുപോകയല്ല, പിന്നെയോ ഓടിച്ചെന്ന് നാം ഇരിക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാൽ മടക്കണം. മുഴങ്കാൽ മടക്കിയാൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാനിയേൽ ആരായിരുന്നു? ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. താൻ പ്രാർത്ഥിച്ചു. തൻ്റെ പ്രാർത്ഥന ഉയരങ്ങളിലെത്തി. തനിക്കെതിരെ രേഖ എഴുതി ഇനി പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ലെന്ന് വെല്ലുവിളി വന്നപ്പോൾ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി. എന്നാൽ പ്രാർത്ഥിക്കുന്നവന് പ്രതികൂലം വന്നില്ലെന്നല്ല, പ്രതികൂലം വന്നു. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കഷ്ടത വന്നു. സിംഹത്തിന്റെ കുടിയിലേക്ക് തന്നെ വലിച്ചു തള്ളിയിട്ടു. വലിയൊരു വീമ്പം കല്ലുകൊണ്ട് തൻ്റെ മുകളിൽ വെച്ചു, മുദ്ര കുത്തി. ഇനി ഒരിക്കലും പുറത്തു വരത്തില്ല, ഒരു അസ്ഥി കഷ്ണം പോലും കിട്ടത്തില്ലെന്ന് ശത്രു വെല്ലുവിളിച്ചു. എന്നാൽ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ആമേൻ. ജീവനോടെ ദാനിയേൽ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. രേഖ എഴുതിപ്പിച്ചവനും എഴുതിയവരും കൂടെ നിന്നവരും കൂട്ടുനിന്നവരും ദാനിയേൽ വീണ അതേ കുഴിയിൽ വീണ് നശിച്ചു പോയതായി വചനത്തിൽ വായിക്കാൻ കഴിയുന്നു. ഞാനൊരു ആത്മീയ വെളിപ്പാട് പറയാം. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ തകർത്തു കളയുവാൻ ശത്രു എത്ര കെണി ഒരുക്കിയാലും ആത്മാവിൽ ഞാൻ കൈമാറാം. പ്രാർത്ഥിക്കുന്നവനെ തകർക്കുന്നൊരു ദൈവമല്ല, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതേപോലെയുള്ളവരെ, നാം ഒരു മരിച്ചുപോയ ഒരു ഐതിഹ്യത്തോടോ സങ്കല്പത്തോടോ ഒരു ദുർശക്തിയോടല്ല നാം പ്രാർത്ഥിക്കുന്നത്. കല്ലിനോടോ മണ്ണിനോടോ തീയോടോ വെള്ളത്തോടോ അല്ല നാം പ്രാർത്ഥിക്കുന്നത്. നാം പ്രാർത്ഥിക്കുന്നത് കണ്ണുണ്ടായിട്ടും കാണുന്ന, ചെവി ഉണ്ടായിട്ടും കേൾക്കുന്ന, നമ്മോട് സംസാരിക്കുന്ന, നമ്മെ നല്ലവണ്ണം അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോടാണ് നിലവിളിക്കുന്നത്. അങ്ങനെ നിലവിളിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആത്മാവ് ഞാൻ കൈമാറട്ടെ. ആരൊക്കെ നിങ്ങൾക്ക് വിരോധമായി ശത്രുക്കൾ രേഖ എഴുതി വെച്ചാലും ആ രേഖകളെ പൊട്ടിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രവർത്തിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാനിയേൽ പ്രാർത്ഥിച്ചു, ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ അനേക ഭക്തന്മാരെ ദൈവം എന്ത് ചെയ്തു? പ്രാർത്ഥനയിലൂടെ പ്രവൃത്തി വെളിപ്പെടുത്തി പുറത്തു കൊണ്ട് വന്നിട്ടുണ്ട്. ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് നിലവിളിച്ചു. 3-ാം അധ്യായം ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ വെളിപ്പെടാനിടയായി. പ്രിയമുള്ളവരെ, ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഈ 2024 വെളിപ്പെട്ട് വരേണ്ട ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരും. ശക്തമായി ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുക. ആ ദൈവത്തിൽ ആശ്രയിക്കട്ടെ. അതെ, ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. പ്രാർത്ഥനയിൽ ദൈവം പ്രവർത്തിക്കട്ടെ എന്നുള്ള വിശ്വാസത്തോടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങൾ ഈ ആഴ്ചയിൽ ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.